ഹായ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഗഫൂർ കൊണ്ടോട്ടിയാണ്. എൻ്റെ ബാക്കിൽ കാണുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് ഇന്ന് വൈകുന്നേരം നമ്മുടെ കൊണ്ടോട്ടിക്കാർക്കായിട്ട് തുറന്നു കൊടുക്കാൻ പോകുന്ന ബസ് സ്റ്റാൻഡ്. ഒരുപാട് പ്രവർത്തനങ്ങൾ, 1 കോടിക്ക് മുകളിൽ ക്യാഷ് ചെലവഴിച്ച് ആധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ട് നമ്മുടെ കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി സൗകര്യം ഒരുക്കി തന്നിട്ടുണ്ട്. ഇവിടെ നല്ലത് ചെയ്താൽ നമ്മളിത് നല്ലത് എന്നും അതിനെ സപ്പോർട്ടും ചെയ്യും. വിമർശിക്കേണ്ടത് മുഖത്ത് നോക്കി വിമർശിക്കുക തന്നെ ചെയ്യുകയും ചെയ്യും. അതിൽ ഒരു ജാതി മത രാഷ്ട്രീയം ഞാൻ നോക്കാറില്ല. ഞാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. വിമർശിക്കേണ്ടത് എല്ലാവരോടും വിമർശിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ഉദ്ഘാടനമാണ്. എല്ലാവരും പറ്റുന്നവരൊക്കെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുക. അതിനുള്ളിൽ എന്തൊക്കെ സൗകര്യം ഉണ്ട് എന്നുള്ളത് ബാക്കി അപ്പോൾ കാണിച്ചു തരാം. ഇവിടെ തന്നെ നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് സ്ഥില ഫലകം. ഇനി മുതൽ നമ്മുടെ കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിന്റെ മുഖച്ഛായം തന്നെ മാറിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി ബസ് ടെർമിനൽ. അപ്പോൾ ഇതിന് പേര് നൽകിയിട്ടുണ്ട് നമ്മുടെ മുൻ MLA മരണപ്പെട്ട മമ്മുണ്ണിയാജിയുടെ പേരിലാണ്. അതുപോലെ കൊണ്ടോട്ടി നഗരസഭ CBRD സ്മാരക ബസ് ടെർമിനൽ. ഈ ഭാഗത്തിന് നമ്മുടെ കല്ലിങ്ങൽ വീരാൻകുട്ടി സാഹിബിന്റെ പഴയ പേരിന്റെ അവിടെ നിലനിർത്തിയിട്ടുണ്ട്. CCTV നിരീക്ഷണത്തിലാണ് 24 അവേഴ്സും ബസ് സ്റ്റാൻഡ് പരിസരവും. ഒരു മോണിറ്റർ ഇവിടെ ഉണ്ട്, വേറൊരു മോണിറ്റർ ഇവിടെ ഉണ്ട്. ഫുള്ള് CCTV നിരീക്ഷണത്തിലാട്ടോ ബസ് സ്റ്റാൻഡ്. TV ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മളെ പുതിയ ഇരിപ്പിടങ്ങളൊക്കെ ഇവിടെ സെറ്റാണ്. അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിലേക്ക് കയറി വരുന്നവിടെ തന്നെ പോലീസ് ഹെഡ് പോസ്റ്റ് ഉണ്ട്, ഒരു കോഫി ഷോപ്പ് ഉണ്ട്, ഒരു സേവാ കേന്ദ്രം ഉണ്ട്, മുകളിൽ ജെൻസിന് വിശ്രമ കേന്ദ്രം ഉണ്ട്, അപ്പുറത്ത് വനിതകൾക്ക് വിശ്രമ കേന്ദ്രം ഉണ്ട്. കൊണ്ടോട്ടിന്റെ ചരിത്രത്തിൽ സ്ത്രീകൾക്ക് ഇത്ര ഒരു സൗകര്യം ഒരിക്കൽ എന്താ പറയുക സമയം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവർക്ക് വിശ്രമിക്കാനും കുട്ടികൾക്ക് പാൽ കൊടുക്കാനും ബാത്റൂമിൽ പോകാനൊക്കെ നല്ലൊരു അടിപൊളി സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ നമ്മളെ കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി. ആ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു. ഇതാണ് കേട്ടോ വിശ്രമിക്കാനുള്ള റൂം. അതേപോലെ തന്നെ നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള ബാത്റൂമുകൾ. റൂമിന്റെ തൊട്ടടുത്ത് തന്നെ കുട്ടികൾക്ക് പാല് കൊടുക്കുക ധൈര്യമായിട്ട് ഇവിടെ 100% വിശ്വാസത്തോട് കൂടിയിട്ട് ചെയ്യുക. കുട്ടികൾക്ക് ഇനി ഒന്ന് ഉറങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റുകളെ കുട്ടീനെ ഇവിടെ ഉറക്കാനുള്ള സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇതാണ് കേട്ടോ നമ്മളെ ജെൻസിനുള്ള വിശ്രമ കേന്ദ്രം. ഇത് ലോക്കാണ് സംഭവം. ഇതാട്ടോ പുതിയ ഇരിപ്പിടം. അതായത് കുന്നുംപുറം ഭാഗത്തേക്ക് ബസ് പോകണ ഭാഗത്താണ് പുതിയ ഇരിപ്പിടം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ കുറ്റ്യാലി സ്മാരക പാസഞ്ചർ ലോഞ്ചാണ് കേട്ടോ. അതുപോലെ ബസ്സിന് പാർക്കിംഗ് ഏരിയയാണ് ഇതൊക്കെ. അതുപോലെ തന്നെ നല്ല സൂപ്പർ കംഫർട്ട് സ്റ്റേഷൻ ഉണ്ട് കേട്ടോ ഇവിടെ, എല്ലാവിധ സൗകര്യത്തോടു കൂടി. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഭിന്നശേഷിക്കാർക്കും കൂടെ ഉപയോഗിക്കാൻ പറ്റിയ രീതിയിൽ ഭിന്നശേഷി സൗഹൃദമായിട്ടാണ് ഉപയോഗിച്ചത്. വീൽ ചെയർ ഇതിൽ കൊണ്ടുവരാം കേട്ടോ. വീൽ ചെയറൊക്കെ കയറാൻ പറ്റിയ രീതിയിലാണ് കേട്ടോ ഇവിടെയൊക്കെ സെറ്റ് ചെയ്തിട്ട്. റാമ്പൊക്കെ ഉണ്ട്. നേരെ ബാത്റൂമിലേക്ക് കയറുക. ഫസ്റ്റ് കാണുന്ന ബാത്റൂമാണ് നമ്മുടെ ഭിന്നശേഷി സൗഹൃദങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. ഇതൊക്കെ ബാത്റൂമുകളാണ്. കുളിക്കാനും എല്ലാത്തിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. നഗരസഭാ ഭരണസമിതിയെ സംബന്ധിച്ചോളം അഭിമാനകരമായ ഒരു നിമിഷമാണ്. കരിപ്പൂർ വിമാനത്താവളത്തിന്റെ നിയറസ്റ്റ് സിറ്റി എന്ന രീതിയിൽ അതിന്റെ ഒരു ഗാംഭീര്യം തുടിക്കുന്ന രീതിയിലുള്ള ഒരു ബസ് സ്റ്റാൻഡ് കൊണ്ടോട്ടിക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞു എന്ന നിർവൃതിയിലാണ് കൊണ്ടോട്ടി നഗരസഭാ ഭരണസമിതി ഉള്ളത്. പുതിയ കവാനും പിന്നെ യാത്രക്കാർക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ വിശ്രമിക്കാൻ വെവ്വേറെ സ്ഥലങ്ങൾ, അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള കംഫർട്ട് സ്റ്റേഷൻ, ഇരിപ്പിടങ്ങൾ, ഇങ്ങനെ ഒരുപാട് CCTV LED ലൈറ്റുകൾ, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സൗകര്യങ്ങളോട് കൂടി ഏകദേശം 1,47,00,000 രൂപ ചെലവിൽ കൊണ്ടോട്ടി നഗരസഭ ഒരു അഭിമാന പ്രോജക്ട് സമർപ്പിക്കുകയാണ്. ഇന്ന് 3 മണിക്ക് നടക്കുന്ന ഘോഷയാത്ര, അതിനുശേഷമുള്ള ഉദ്ഘാടന സമ്മേളനം, ഇതെല്ലാവരും വളരെ നേരത്തെ എത്തിച്ചേർന്ന് കൊണ്ടോട്ടിയിൽ ചരിത്രത്തിന് ഇടം നേടുന്ന ഈ അനർഘമായ മുഹൂർത്തത്തിൽ പങ്കാളികളാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ള സഹോദരന്മാരെ, നേരത്തെ വൈസ് ചെയർമാൻ പറഞ്ഞതുപോലെ എല്ലാ നല്ലവരായ സഹോദരന്മാരും ഇന്ന് വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന 3 മണിക്ക് നടക്കുന്ന ഘോഷയാത്രയും ഉദ്ഘാടന പരിപാടിയിലും എത്തിച്ചേരാൻ വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.